നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. പഴുതടച്ച് അന്വേഷണം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. സിനിമാ മേഖലയിലെ പ്രമുഖരെ ചോദ്യം ചെയ്തതിനു പിന്നാലെ ദിലീപിന്റെ ബന്ധുക്കളുടെ മൊഴിയെടുത്ത് അന്വേഷണ സംഘം. മുൻ ഭാര്യ മഞ്ജു വാര്യരുടെ സഹോദരൻ മധു വാര്യരെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തി ശേഖരിച്ചത് നടിയുമായുള്ള താരത്തിന്റെ ശത്രുത സംബന്ധിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും. അതേസമയം പൾസർ സുനിയെ അറിയില്ലെന്ന ദിലീപിന്റെ വാദം പൊളിക്കാനൊരുങ്ങി പോലീസ്. പൾസറുമായുള്ള താരത്തിന്റെ ബന്ധത്തിന് സ്ഥിരീകരണം നൽകുന്ന മൊഴികൾ ഇന്നലെ അപ്പുണിയിൽ നിന്ന് ലഭിച്ചതായി വിവരം. ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യാനും പോലീസ് തലത്തിൽ ആലോചന. മൊഴികളിലെ സ്ഥിരീകരണത്തിനായി കാവ്യ മാധവനെയും വിളിച്ചു വരുത്തിയേക്കും. അതേസമയം കാക്കനാട് ജയിലിൽ തടവിൽ കഴിയവെ മൊബൈൽ ഉപയോഗിച്ച കേസിൽ പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി കോടതി. കേസിലെ ജാമ്യാപേക്ഷയിൽ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി നാളെ വാദം കേൾക്കും. സംഭവത്തിൽ ആരൊക്കെ വലപൊട്ടിക്കുമെന്ന് കാണട്ടെയെന്ന് പൾസറിന്റെ പ്രതികരണം. വാഗ്ദാനവും സഹായവും. ഫുട്ബോൾ താരം CK വിനീതിന് സർക്കാർ ജോലിയും PU ചിത്രയ്ക്ക് ധനസഹായവും നൽകാൻ മന്ത്രിസഭാ തീരുമാനം. ഹാജർ കുറവായതിന്റെ പേരിൽ AG's ഓഫീസിൽ നിന്ന് പിരിച്ചുവിട്ട വിനീതിന് പുതിയ നിയമനം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായി. PU ചിത്രയ്ക്ക് പരിശീലന സഹായമായി മാസം 10,000 രൂപ നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ ധാരണ. സംസ്ഥാനത്ത് 2014-15 അധ്യയന വർഷം അനുവദിച്ച എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 1810 തസ്തികകൾ സൃഷ്ടിക്കും. അധ്യാപക തസ്തികകൾക്ക് പുറമെ പുതിയതായി ലാബ് അസിസ്റ്റന്റ് തസ്തികകളും. ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെ സ്ഥിരം ഒഴിവിലേക്ക് പരിഗണിക്കുമ്പോൾ പ്രായപരിധിയിൽ ഇളവ് നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ ധാരണ. ഹൈക്കോടതി സിംഗിൾ ജഡ്ജിയുടെ സാമ്പത്തിക അധികാര പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് 40 ലക്ഷമായി ഉയർത്താൻ കേരള ഹൈക്കോടതി നിയമത്തിൽ ഭേദഗതി വരുത്തും. പൊതുഭരണത്തിന് കീഴിൽ സൈനിക ക്ഷേമത്തിനായി പുതിയ വകുപ്പ് രൂപീകരിക്കും. തൃക്കാക്കര വില്ലേജിൽ കൊച്ചി മെട്രോ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഉറപ്പു നൽകി സർക്കാർ. കേരളത്തിലേക്കുള്ള അബ്ദുൽ നാസർ മഅ്ദനിയുടെ യാത്രാ പ്രതിസന്ധി പരിഹരിക്കാൻ കർണാടക സർക്കാരിന് കത്തയക്കുമെന്ന് കേരളം. മറുപടി ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി PDP നേതാവ് പൂന്തുറ സിറാജ്. മഅ്ദനിയുടെ സുരക്ഷ കേരളം ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ PDP. പുതിയ ആവശ്യം മഅ്ദനിയുടെ സുരക്ഷയ്ക്കായി കർണാടക സർക്കാർ ഭീമമായ തുക ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ മഅ്ദനി കേരളത്തിൽ എത്താതിരിക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നുവെന്നും വിമാന ടിക്കറ്റിന് പുറമെ കർണാടകം ആവശ്യപ്പെടുന്ന തുക താങ്ങാൻ ആകുന്നതല്ലെന്നും PDP. മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി കേരളത്തിലേക്ക് വരാൻ സുപ്രീം കോടതി മഅ്ദനിക്ക് ഇളവ് അനുവദിച്ചത് 2 ദിവസം മുൻപ്. പലിശ കുറച്ച് RBI. പലിശ നിരക്കുകളിൽ 0.25% കുറവ് വരുത്തിയ റിസർവ് ബാങ്കിന്റെ പുതിയ വായ്പാ നയം. റിപ്പോ നിരക്ക് 6.25 നിന്ന് 6 കുറച്ചപ്പോൾ പുതുക്കിയ റിവേഴ്സ് റിപ്പോ 5.75%. പലിശ നിരക്കുകളിലെ ഇളവിൽ ഭവന വാഹന വായ്പകൾ കുറയുമെന്ന് പ്രതീക്ഷ. കഴിഞ്ഞ 4 തവണയും അടിസ്ഥാന നിരക്കുകളിൽ മാറ്റം വരുത്താതിരുന്ന RBI ഇക്കുറി പലിശ നിരക്കുകൾ കുറച്ചത് നാണ്യപ്പെരുപ്പം 5 വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിരക്കിൽ എത്തിയതോടെ. 6 അംഗ ധനനയ സമിതിയുടെ തീരുമാനം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച സംബന്ധിച്ച റിപ്പോർട്ടുകളും ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തന റിപ്പോർട്ടുകളും പരിഗണിച്ച്. നിലയ്ക്കാത്ത വെടിയുച്ച. അഫ്ഗാനിസ്ഥാനിൽ ഷിയ പള്ളിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 30 മരണം. പടിഞ്ഞാറൻ ഹെറത്തിലുണ്ടായ ആക്രമണത്തിൽ 60-ലേറെ പേർക്ക് പരിക്ക്. പലരുടെയും നില അതീവ ഗുരുതരമായതിനാൽ മരണസംഖ്യ ഉയരുമെന്ന് സുരക്ഷാസേന. ഇന്നലെ രാത്രി 8 മണിയോടെ പള്ളിയിൽ ആക്രമണം നടത്തിയത് 2 പേർ ചേർന്നെന്നും കണ്ടെത്തൽ. പ്രാർത്ഥനയ്ക്കിടെ ഒരാൾ പള്ളിയിൽ കയറി വിശ്വാസികൾക്ക് നേരെ വെടിയുതിർക്കുകയും മറ്റൊരാൾ ചാവേറായി പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. സ്ഫോടനം നടന്നത് ഇറാൻ അതിർത്തിയോട് ചേർന്ന് ഷിയ വിഭാഗക്കാർ ഏറെയുള്ള പ്രദേശത്ത്. വിവിധ സ്ഫോടനങ്ങളിലായി ഈ വർഷം ഇതുവരെ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് 1700 പേർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.